അമ്മാ, എന്തെങ്കിലും തരണേ. കഴിച്ചിട്ട് കുറെ ദിവസമായി. അയ്യോ അമൃതേച്ചി, എന്റെ പേഴ്സിന് പൈസ എടുത്ത് കൊടുക്കാവോ? നീ ഇവള് നല്ലോണം കണ്ടോ, ഈ സ്വർണ്ണ പാദസരം. നന്നായി മോളെ, ദൈവം അനുഗ്രഹിക്കും. ചേച്ചി, ഈ പാദസരം എവിടുന്നാ? ആ, അതാ വണ്ടിയിലുള്ള മോള് ഭിക്ഷയായിട്ട് തന്നതാ. ചേച്ചി, ഈ പാദസരം എനിക്ക് തരുമോ? അയ്യോ, ആ കൊച്ചു തന്നതല്ലേ. ഞാൻ കാശ് തരാം. അമൃതേച്ചി, ആ കാശൊന്നും എടുത്തേ, പേഴ്സിനകത്തുണ്ട്. മോൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, എടുത്തു. അമ്മാ, നിനക്കെന്തിനായിരുന്നു ഭിക്ഷക്കാരുടെ പാത്രത്തിലെ കൊലുസ്? ഇത് വെറും പാദസരല്ല അമൃതേച്ചി, ചിലരുടെയൊക്കെ മുഖം മൂടി തുറന്നു കാണിക്കാനുള്ള വാതില. ദേ ചാരു, ജങ്കാറെടുത്തു. ഇത് ചേച്ചി, പേഴ്സിൽ വെക്ക്. തങ്കക്കൊലുസിൻ കിലുങ്ങും മണിയേ, ശരിയാക്കി തരാം. തങ്കക്കൊലുസിൻ കിലുങ്ങും മണിയേ. അമ്മേ, 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 അമ്മേ. ആ, എന്താണ് കിടന്ന് ചീറുന്നത്? എവിടവൻ? എന്റെ അനിയൻ എന്ന് പറഞ്ഞ് നടക്കുന്നവൻ. ആ, എനിക്കറിയില്ല, ആ റൂമിലെങ്ങാനും കാണും. ആകാശേ, 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 ഇറങ്ങി വേണം. ആ, വാടാ, വാമോനെ. എടാ എടാ, നീ ഇങ്ങ് വന്നേ. അടുത്ത വഴക്കിന് പോവാണോ? അല്ലമ്മേ, ഞാൻ ആരാന്ന് അവനിപ്പോ അറിയിച്ചു കൊടുക്കാൻ പോവാ. അനിയ, ആകാശേ, വാടാ. അളിയാ, എന്താ അളിയാ? അളിയന്റെ പേര് ആകാശ് എന്നാണോ? അല്ല. പിന്നെന്തിനാ അവനെ വിളിച്ചപ്പോ ഓടി വന്നത്? എന്താ ഞാൻ ഏയ്, പോവണ്ട, ഇവിടെ നിന്നോ. ഞാൻ ആരാന്ന് ഇപ്പൊ കാണിച്ചു തരാം. വെല്ലുവിളിയെ എന്തോ കാണിക്കാനാ? കണ്ടോ, നേരിൽ കണ്ടോ. എടാ ആകാശേ, വെള്ളിക്കൊലുസിൻ കിണങ്ങും മണിയേ, തന്നന്നന തനാന തനാന. ശ്രേയയുടെ കാലി വെല്ലുവിളിയൻ പാദസരം ഇട്ട് കൊടുത്തെന്ന് തോന്നുന്നു. അതാ ഇപ്പൊ ഈ തുള്ളല്. നിനക്കെന്താടാ വട്ടായ? കൊറേ ആയല്ലോ. വട്ടല്ലടാ, സന്തോഷം. വേറൊരു പാട്ടുണ്ട്, കേൾക്കണോ? നൊസ്റ്റാൾജിയ. ആയിരം പാദസുരങ്ങൾ കിലുങ്ങി, ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. എന്താടാ, നിനക്കിത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഡാ, എന്റെ പൊന്നുമോനെ, നീ ശ്രേയക്ക് പാദസരം ഇട്ട് കൊടുത്തോ? ഒക്കെ പറയാം, എല്ലാം പറയാം. ആ, എന്റെ പ്രണയിനി, എന്റെ മുത്ത് ശ്രേയക്കുട്ടിയെ ഞാൻ ഫോണിൽ വിളിച്ചു. ഞാനൊന്ന് കാണണോന്ന് പറഞ്ഞതേ ഉള്ളൂ, അവള് പറഞ്ഞെത്തി. എന്നെ കാണാൻ കാത്തിരിക്കുമായിരുന്നു. എന്നെ കണ്ടപ്പോ, അമ്മേ,
അമ്മയൊന്ന് കാണണമായിരുന്നു അവളുടെ മുഖം. ആ നാണവും സന്തോഷവും ഒരുമിച്ച്. ഹോ, എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ലമ്മേ. ആ നാണത്തോട് നിന്ന ശ്രേയയുടെ അടുത്ത് ചെന്ന് അമ്മ തന്ന പാദസരം എടുത്തു കാണിച്ച് ഞാൻ പറഞ്ഞു, ഇത് വെറും ഒരു പാദസരമല്ല, എന്റെ മനസ്സാണ്. ഹോ, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഹോ, എന്താ പറയാ, തല കുനിച്ച് നാണത്തോടെ അവൾ എന്റെ മുന്നില് കാലിങ്ങനെ നീട്ടി. എന്നിട്ട് ബാക്കി പറയടാ. കാല് കാണിച്ച് അവള് പറഞ്ഞു, ഈ പാദസരം അരവിന്ദൻ തന്നെ എന്റെ കാലിലണിയിക്കാൻ. എന്നിട്ടെന്താ, അവളുടെ കാലിൽ ഞാൻ തന്നെ ആ പാദസരം ഇട്ടുകൊടുത്തു. ഹോ, എന്റെ അമ്മേ, അവളുടെ കാലുണ്ടല്ലോ, വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു ശില്പം പോലെയായിരുന്നു. എനിക്ക് നാണാവുന്നു. ഇത്രയൊക്കെ കേട്ടാ മതി, എനിക്ക് നാണാവുന്നു. വെള്ളളിയാ, പാതിക്ക് വെച്ച് നിർത്താതെ ബാക്കി കൂടി പറ. അത് കഴിഞ്ഞിട്ടോ? അളിയ, അത് കഴിഞ്ഞ് പറയുന്നത് ശരിയല്ലല്ലോ. അതൊന്നും കേൾക്കാൻ പാടില്ല. പേഴ്സണൽ. ഓ, ആ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അനിയ, നിന്റെ ചീഫ് എഞ്ചിനീയറോട് ഈ ഞാൻ, അതായത് നിന്റെ ഏട്ടൻ കാണിച്ച റൊമാൻസ് ഇത്രയും മതിയോ? റൊമാൻസോ? ന്യൂസൻസ്. ഇതൊക്കെ ശരിക്കും നടന്നിരുന്നെങ്കിലേ ഞാൻ ഹാപ്പി ആവുമായിരുന്നു ബ്രോ. അനിയ, നീ എന്നെ വിശ്വസിക്കില്ലെന്നറിയാം. അഥവാ വിശ്വസിച്ചാലും നീ അത് ഇവിടെ ആരുടെ മുന്നിലും സമ്മതിച്ചു തരികയില്ല. അതുകൊണ്ടാ മോനെ ഞാൻ തെളിവും കൊണ്ടുവന്നേ. ഞാൻ ഇതൊന്നും തള്ളിമറിച്ചതല്ലെന്ന് നീയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ. എടാ അരവിന്ദേ, ഓ, നീ പൊന്നിന് പാദസരം ഇട്ട് കൊടുത്തപ്പോ ഫോട്ടോ എടുത്തായിരുന്നോ? അതങ്ങ് കാണിച്ചു കൊടുക്ക. ആ, ഞാൻ ചിന്തിച്ചേ ഉള്ളൂ. അതാ അമ്മ ഇപ്പൊ പറഞ്ഞേ. എന്നെ വിശ്വാസമില്ലാത്ത എന്റെ അനിയൻ തന്നെ ആദ്യം ഇത് കാണട്ടെ. ദാ നോക്കടാ അനിയ. അല്ലടാ അനിയ, ഇത് ഒറിജിനലാ. ഡാഡാ, ഓ. നോക്കട്ടെ. ഓ, ദാ കാണ്. ശ്ശോ. ശ്ശോ. ഉം. നല്ല രസമുണ്ടടാ മോനെ. ഇങ്ങ തന്നേടാ. ആ, അമ്മ പറഞ്ഞ സത്യ, നല്ല ചേർച്ചയാ. അരവിന്ദേ, നിന്റെ ഭാഗ്യാടാ ശ്രേയെ പോലൊരു സുന്ദരിയെ കിട്ടിയത്.